ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ജോമെട്രി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടൊരു സർക്കിൾ വരച്ചെടുക്കുന്നുണ്ട്. ഇനി ആ സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും ലൈൻസ് വരച്ച് സർക്കിൾ ഡിവൈഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ആ ഡിവൈഡ് ചെയ്ത പോയിന്റിൽ നിന്ന് കോമ്പസ് ഉപയോഗിച്ച് റേഡിയസിൻ്റെ സെയിം ലെങ്ത്തിൽ ആർക്ക് വരച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ സെൻറ്റർ പോർഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്, സെൻറ്റർ പോയിൻ്റ്. അതിലൂടെ സർക്കിളിനെ ടച്ച് ചെയ്തുകൊണ്ട് ഇങ്ങനെ ലൈൻസ് വരച്ചെടുക്കുന്നുണ്ട്. സർക്കിളിൻ്റെ പുറത്തൊരു സ്ക്വയർ വരച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്, സർക്കിളിനെ ടച്ച് ചെയ്തുകൊണ്ട്. രണ്ട് ഡയഗണൽസ് വരച്ചെടുക്കുന്നുണ്ട്. ഇതാ ഇതിനകത്ത്, സർക്കിളിനകത്ത് ഇതാ ഇങ്ങനൊരു സ്ക്വയർ വരച്ചെടുക്കുന്നുണ്ട്. അടുത്ത രണ്ട് ലൈൻസ് വരച്ചെടുക്കുന്നുണ്ട്. വെർട്ടിക്കലായിട്ടും ഇതുപോലെ തന്നെ രണ്ട് ലൈൻസ് വരച്ചെടുക്കുന്നുണ്ട്. ഇനി കോമ്പസ് ഉപയോഗിച്ച് ആ ഒരു ചെറിയ സർക്കിളിൻ്റെ പകുതി, ഒരു സൈഡിൻ്റെ പകുതി ഡിസ്റ്റൻസ് കോമ്പസിലെടുത്തിട്ട് ഒരു സർക്കിളിൻ്റെ ഹാഫ് പോർഷൻ വരച്ചെടുക്കുന്നുണ്ട്. സൈഡുകളിലെല്ലാം സർക്കിളിൻ്റെ ഹാഫ് പോർഷൻസ് വരച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്ത് ഫുൾ സർക്കിൾസ്, 4 ഫുൾ സർക്കിൾസ് വരച്ചെടുക്കുന്നുണ്ട്. ഇത് സെയിം മെഷർമെൻറ്റിൽ തന്നെ നമുക്ക് കളർ ചെയ്തെടുക്കണം. ഞാൻ യെല്ലോ കളറാണ് ആദ്യം യൂസ് ചെയ്യുന്നത്. ഓപ്പോസിറ്റ് ഡയറക്ഷൻസിൽ യെല്ലോ കളറ് ചെയ്തെടുക്കുന്നുണ്ട്. കളർ ചെയ്തെടുക്കേണ്ട ഭാഗം മാർക്ക് ചെയ്യുന്നുണ്ട് ആദ്യം. ഇനി അവിടെയൊക്കെ കളർ ചെയ്തെടുക്കണം. ആദ്യം വരച്ച സർക്കിൾ നമുക്ക് റൈസ് ചെയ്തെടുക്കണം. അതിനുശേഷം ഒരു സ്കൈ ബ്ലൂ കളറും ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്, ഇതുപോലെ. എന്നിട്ട് നമ്മൾ പെൻസിൽ കൊണ്ട് വരച്ച ലൈൻസ് എല്ലാം ബ്ലാക്ക് കളർ പെൻ ഉപയോഗിച്ചിട്ട് വരച്ചെടുക്കുന്നുണ്ട്. നമ്മൾ വരച്ച ചെറിയ സർക്കിൾസും ഇതുപോലെ തന്നെ കളർ ഉപയോഗിച്ചിട്ട് വരച്ചെടുക്കുക. അതിനുശേഷം ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. വളരെ എളുപ്പമായിട്ട് വരച്ചെടുക്കാൻ പറ്റിയൊരു ജോമെട്രിയാണ്. എല്ലാവരും വരച്ച് ട്രൈ ചെയ്ത് നോക്കുക.